ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 19/3/1988. മുരളി ഡേറ്റ് 12/9/2021. ബാബയുടെ അവ്യക്ത മഹാവാക്യം. ഇതിൻ്റെ സാരം, യാദമേ രമണീകത ലാനയ്ക്ക് യുക്തിയാ, ഓർമ്മയിൽ രമണീകത കൊണ്ടുവരാനുള്ള യുക്തികൾ. आज विदाता वरदाता बाप दादा अपने मास्टर विदाता वरदाता बच्चों को देख रहे हैं. ഇന്ന് വിദാതാവും വരദാതാവുമായ ബാബ്ദാദ തൻ്റെ മാസ്റ്റർ വിദാതാവും വരദാതാവുമായിരിക്കുന്ന കുട്ടികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരേക് ബച്ച വിദാത ബി ബനെ ഹോ തോ വരദാത ബി ബനെ ഹോ. ബാബ്ദാദ പറയുന്നു, ഓരോ കുട്ടികളും വിദാതാവും ആയിരിക്കുന്നു, അതേസമയം തന്നെ വരദാതാവും ആയിരിക്കുകയാണ്. സാത്ത് സാത്ത് ബാബ്ദാദ ദേഖ് രഹേ തെ कि बच्चों का मर्तबा कितना महान है. അതോടൊപ്പം ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ കുട്ടികളുടെ പദവി എത്രമാത്രം ഉയർന്നതാണ്, മഹാനാണ്. इस संगम युग के ब्राह्मण जीवन का कितना महत्व है. ഈ സംഗമയുഗത്തിലെ ബ്രാഹ്മണ ജീവിതത്തിന് എത്രമാത്രം മഹത്വമുണ്ട്. വിദാത്ത വരദാത്ത കെ സാത്ത് വിധി വിദാത്ത ബി ആ ബ്രാഹ്മൺ ഹോ. വിദാതാവും വരദാതാവും ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ വിധി വിദാതാവും ആണ് നിങ്ങൾ ഓരോ ബ്രാഹ്മണ കുട്ടികളും. आपकी हर विधि सत्युग में कैसे परिवर्तित होती है ये पहले सुनाया. ബാബ ആദ്യമേ കേൾപ്പിച്ചതായിരുന്നു, ഇപ്പോഴത്തെ നിങ്ങളുടെ ഓരോ വിധികളും സത്യുഗത്തിൽ എങ്ങനെയാണ് പരിവർത്തനപ്പെടുന്നത് എന്നതിനെക്കുറിച്ച്. इस समय के हर कर्म की विधि भविष्य में चलती ही है, लेकिन द्वापर के बाद भी भक्ति मार्ग में इस समय के श्रेष्ठ कर्मों की विधि भक्ति मार्ग की विधि बन जाती है. ഈ സമയത്തിലെ ഓരോ കർമ്മത്തിൻ്റെ വിധിയും ഭാവിയിൽ നടക്കുന്നു എന്നിരുന്നാലും ദ്വാപരയുഗത്തിന് ശേഷവും ഭക്തി മാർഗത്തിൽ ഈ സമയത്തിൻ്റെ ശ്രേഷ്ഠ കർമ്മങ്ങളുടെ വിധി ഭക്തി മാർഗത്തിലും വിധികളായി മാറുന്നുണ്ട്. तो पूजा रूप में भी इस समय की विधि जीवन के श्रेष्ठ विधान के रूप में चलती है. അപ്പോൾ പൂജ്യരൂപത്തിലുള്ള, അതായത് ഈ സമയത്തിൻ്റെ വിധികൾ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠ വിധാന രൂപമായി മാറും. और पुजारी मार्ग अर्थात भक्ति मार्ग में भी आपकी हर विधि नीति व रीति में चलती आती है. പൂജ്യസ്വരൂപത്തിലായിരിക്കുമ്പോൾ, അതായത് സത്യുഗത്തിലായിരിക്കുമ്പോൾ ഈ സമയത്തിലെ നമ്മുടെ എന്താണോ വിധിപ്രകാരമുള്ള ജീവിതം അതവിടെ ശ്രേഷ്ഠ വിധാന രൂപത്തിലായി മാറും. അതുപോലെ ദ്വാപരയുഗം മുതൽ, അതായത് പൂജാരി മാർഗത്തിൽ ഭക്തി മാർഗത്തിൽ താങ്കളുടെ ഈ സമയത്തിൻ്റെ വിധികളെല്ലാം തന്നെ അവിടെ രീതി നീതികളായിട്ട് മാറുന്നുണ്ട്, അതായത് ആചാരങ്ങളുടെ രൂപത്തിൽ അനുഷ്ഠിക്കപ്പെടും. തോ വിദാത്ത വരദാത്ത और വിധി വിദാത്ത ബി ഹോ. അതുകൊണ്ട് ബാബ്ദാദ പറയാണ്, ബ്രാഹ്മണരായിരിക്കുന്ന നിങ്ങൾ കുട്ടികൾ ഈ സമയത്ത് വിദാതാവും വരദാതാവും വിധി വിദാതാവും ആണ്. आपके मूल सिद्धांत सिद्धि प्राप्त होने के साधन बन जाते. താങ്കളുടെ മൂലമായ സിദ്ധാന്തം സിദ്ധിയെ പ്രാപ്തമാക്കാനുള്ള സാധനയായി മാറുന്നു. ജैसे मूल सिद्धांत बाप एक है, धर्म आत्माएं महान आत्माएं अनेक है, लेकिन परमात्मा एक है. ഏതുപോലെ മൂലമായ സിദ്ധാന്തം ഇതാണ്, ഭഗവാൻ ഒന്നാണ്, അച്ഛൻ ഒന്നാണ്, ധർമാത്മാക്കളും മഹാനാത്മാക്കളും അനേകരുണ്ട്, എന്നാൽ പരമാത്മാവ് ഏകനാണ്. इसी मूल सिद्धांत द्वारा आधा कल्प आप श्रेष्ठ आत्माओं को
एक बाप के द्वारा प्राप्त हुए वर्षा സിദ്ധി के रूप में प्राप्त होता है. ഈ ഒരു മൂലമായ സിദ്ധാന്തം ഇതിലൂടെ അരക്കൽപ്പത്തേക്ക് താങ്കൾ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ഒരു ബാബയിലൂടെ നേടിയിരിക്കുന്ന അതോ പ്രാപ്തമായിരിക്കുന്ന സ്വത്തുക്കൾ സിദ്ധിയുടെ രൂപത്തിലാണ് പ്രാപ്തമാകുന്നത്. പ്രാലബ്ധം മിൽന അർത്ഥ സിദ്ധി സ്വരൂപ് ബന്ന. അപ്പോൾ പ്രാലബ്ധം നേടുക അർത്ഥമാണ് സിദ്ധി സ്വരൂപരാവുക. ക്യോങ്കി ഏക് ബാപ് ഹെ ബാക്കി മഹാൻ ആത്മായി വ ധർമാത്മായി ഹെ. കാരണം അച്ഛൻ ഒന്നാണ്, ഏകനാണ്. ബാക്കി മഹാൻ ആത്മാക്കളും ധർമാത്മാക്കളും അനേകരുണ്ട്. ബാപ്പ് നഹി ഹെ ഭായി ഭായി ഹെ. അച്ഛൻ ഒന്ന് മാത്രം, ബാക്കി എല്ലാ ആത്മാക്കളും നമ്മുടെ സഹോദര ആത്മാക്കളാണ്. വർഷ ബാപ് സെ മിൽത്ത ഭായി സെ നഹി മിൽത്ത. അപ്പോൾ സ്വത്ത് ലഭിക്കുന്നത് അച്ഛനിൽ നിന്നാണ്, സഹോദരങ്ങളിൽ നിന്നും സ്വത്ത് ലഭിക്കുകയില്ല. तो इस मूल सिद्धांत द्वारा आधा कल्प आपको सिद्धि प्राप्त होती है. അപ്പോൾ ഈ മൂലമായിരിക്കുന്ന സിദ്ധാന്തത്തിൽ കൂടിയാണ് താങ്കൾ ആത്മാക്കൾക്ക് അരക്കൽപ്പത്തിലേക്കുള്ള സിദ്ധി പ്രാപ്തമാകുന്നത്. और भक्ति में भी गॉड इज वन. यही सिद्धांत सिद्धि प्राप्त करने का आधार बनता. അതുപോലെ ഭക്തി മാർഗത്തിലും ഈശ്വരൻ ഒന്നാണ്, ഗോഡ് ഈസ് വൺ. ഇതേ സിദ്ധാന്തത്തിൽ കൂടിയാണ് അവിടെയും സിദ്ധി പ്രാപ്തമാകുന്നത്. അത് തന്നെയാണ് ആധാരവും. ഭക്തി കാ ആദി ആധാർ ഭി ഏക് ബാപ് കെ ശിവലിംഗ് രൂപ് സെ ആരംഭ ഹോത്താ. ഭക്തി മാർഗത്തിലും തുടക്കത്തിൽ ആധാരമായിരുന്നു ഒരു ബാബയുടെ ശിവലിംഗ രൂപത്തിലുള്ള പൂജ. അതാണ് ആരംഭം. ജിസ്കോ കഹാ ജാത അവ്യഭിചാരി ഭക്തി. അതിനെയാണ് അവ്യഭിചാരി ഭക്തി എന്ന് വിളിച്ചിരുന്നത്. तो भक्ति मार्ग में भी इसी एक सिद्धांत द्वारा ही सिद्धि प्राप्त होती है कि बाप एक है. അതുകൊണ്ട് ഭക്തി മാർഗത്തിലും കൂടി ഈ ഒരു സിദ്ധാന്തത്തിൽ കൂടിയാണ് സിദ്ധി പ്രാപ്തമായത്. അതായത് ഈശ്വരൻ ഒന്നാണ്, അച്ഛൻ ഒന്നാണ്, പരമാത്മ ഏകമാണ് എന്ന സിദ്ധാന്തം. ऐसे जो भी आपके मूल सिद्धांत थे उस एक एक सिद्धांत द्वारा सिद्धि प्राप्त होती रहती. ഇതുപോലെ തന്നെ ഏതെല്ലാമാണോ നിങ്ങളുടെ മൂല സിദ്ധാന്തമായിരിക്കുന്നത് ആ ഓരോരോ സിദ്ധാന്തങ്ങളിലൂടെയാണ് സിദ്ധി പ്രാപ്തമാക്കുന്നത്. ജൈസെ ഇസ് ജീവൻ കാ മൂൽ സിദ്ധാന്ത് പവിത്രത ഹെ. ഏതുപോലെ ഈ ജീവിതത്തിൻ്റെ മൂല സിദ്ധാന്തം ഏതാണ്? ഒന്ന് ഗോഡ് ഇസ് വൺ, രണ്ടാമത്തെ ബാബ പറഞ്ഞു തരാണ് പവിത്രത. इस पवित्रता के सिद्धांत द्वारा आप आत्माओं को भविष्य में सिद्धि स्वरूप के रूप में लाइट का ताज सदा ही प्राप्त. ഈ പവിത്രതയുടെ സിദ്ധാന്തത്തിലൂടെ താങ്കൾ ബ്രാഹ്മണ ആത്മാക്കൾക്ക് ഭാവിയിൽ സിദ്ധി സ്വരൂപത്തിൻ്റെ രൂപത്തിൽ പ്രകാശത്തിൻ്റെ കിരീടം സദാ പ്രാപ്തമാകുന്നു. ജിസ്കാ യാദ്ഗാർ രൂപ് ഡബിൾ താജ് ദിക്കാത്തെ. അതിൻ്റെ സ്മാരക രൂപമായാണ് ദേവതകൾക്ക് ഡബിൾ കിരീടം കാണിക്കുന്നത്. और भक्ति में भी जब भी यथार्थ और दिल से भक्ति करेगा तो पवित्रता के सिद्धांत को मूल आधार समझेंगे. അതുപോലെ ഭക്തി മാർഗത്തിലും എപ്പോഴാണോ യഥാർത്ഥ രൂപത്തിൽ ഹൃദയത്തോടെ ഭക്തി ചെയ്യുന്നത് അപ്പോൾ പവിത്രതയെ തന്നെയാണ്, ആ സിദ്ധാന്തത്തെ തന്നെയാണ് അവർ മൂല ആധാരമാക്കുന്നത്. और समझते कि सिवाय पवित्रता के भक्ति की सिद्धि प्राप्त नहीं हो सकती. പവിത്രതയില്ലാതെ ഭക്തിയിലും സിദ്ധി നേടാൻ കഴിയില്ല എന്നുള്ളതും ഭക്തർ മനസ്സിലാക്കുന്നു. चाहे अल्पकाल के लिए जितना समय भक्ति करते उतना समय ही पवित्रता को अपनाए. അത് അല്പകാലത്തേക്കുള്ളതായിരിക്കാം, എന്നിരുന്നാലും എത്ര സമയത്തേക്കുള്ള ഭക്തി ചെയ്യുന്നുവോ
ആ സമയത്തിനനുസരിച്ച് പവിത്രതയെ അവർ ധാരണ ചെയ്യും, സ്വായത്തമാക്കും. ലേക്കിൻ പവിത്രത ഹി സിദ്ധി കാ സാധൻ ഹെ. എന്നാൽ പവിത്രത തന്നെയാണ് സിദ്ധി നേടാനുള്ള സാധന അഥവാ ആധാരം. ഈ സിദ്ധാന്തക്കോ അപ്നാത്തെ ആവശ്യക്. ഈ സിദ്ധാന്തത്തെ അവർ ഉറപ്പായും തീർച്ചയായും സ്വായത്തമാക്കും, ധാരണ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഭക്തിമാർഗത്തിൽ വ്രതാനുഷ്ഠാനങ്ങളുള്ളത്. इसी प्रकार हर एक ज्ञान का सिद्धांत व धारणा का मूल सिद्धांत बुद्धि से सोचो कि हर एक सिद्धांत सिद्धि का साधन कैसे बनता. അപ്രകാരത്തിൽ തന്നെ ഓരോ ജ്ഞാനത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അഥവാ ധാരണകൾ, അതായത് മൂലമായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ, അത് ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ. ഏത് പ്രകാരത്തിലാണ് നിങ്ങളുടെ ഓരോ സിദ്ധാന്തങ്ങളും സിദ്ധിയുടെ സാധനയായി മാറിയിരിക്കുന്നത്. യെ മനൻ കർണേ കാ കാം ദേ രഹാ ഹെ. അപ്പോൾ ബാപ്ദാദ കുട്ടികൾക്ക് മനനചിന്തനം ചെയ്യാനുള്ള ജോലിയാണ് തരുന്നത്. ജൈസേ ദൃഷ്ടാന്ത് സുനായ ഇസി പ്രകാർ സെ സോച്ചന. ഇപ്പം 2 ഉദാഹരണങ്ങൾ ബാബ പറഞ്ഞു തന്നു. അതുപോലെ ബാബ പറയുന്ന മറ്റുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. तो आप വിധി വിധാता भी बनते हो, സിദ്ധി ദാത്ത भी बनते हो. അതുകൊണ്ട് നിങ്ങൾ വിധി വിധാതാക്കന്മാരുമാണ്, അതേ സമയത്ത് സിദ്ധി ദാതാക്കന്മാരും കൂടിയാണ്. इसलिए आज तक भी जिन भक्तों को जो जो सिद्धि चाहती है. അതുകൊണ്ട് ഇന്ന് വരെയും ഏതെല്ലാം ഭക്തർക്ക് എന്തെല്ലാം സിദ്ധികളാണോ അവർ ആഗ്രഹിക്കുന്നത്, വോ ബിൻ ബിൻ ദേവതാ ദ്വാര, അവർ അനേക ദേവി ദേവന്മാരിലൂടെ ബിൻ ബിൻ സിദ്ധി പ്രാപ്തി കർണേക്കേല്, വ്യത്യസ്ത സിദ്ധികളെ നേടിയെടുക്കുന്നതിനായി ഉനി ദേവതാക്ക പൂജ കർത്തി, ആ ദേവതകളെ അവർ പൂജിച്ചുകൊണ്ടിരിക്കും. तो സിദ്ധി ദാത്ത ബാബ് ദ്വാര ആപ് ഭി സിദ്ധി ദാത്ത ബൻതേ ഹോ. അപ്പോൾ സിദ്ധി ദാതാവായിരിക്കുന്ന ബാബയിലൂടെ ബ്രാഹ്മണ മക്കളും കൂടി സിദ്ധി ദാതാക്കന്മാരായി. ഐസ അപ്നെ കോ സമസ്തേ ഹോ ന. അപ്പോൾ ബാബ്ദാദ ചോദിക്കുകയാണ്, അത്തരത്തിൽ സിദ്ധി ദാതാക്കന്മാരാണ്, വിധി വിധാതാക്കന്മാരാണ്, വരദാതാക്കന്മാരാണ്, ഇത്തരത്തിൽ സ്വയം തന്നെ മനസ്സിലാക്കുന്നില്ലേ? ഇപ്പോൾ ബാബയ്ക്ക് സമാനം തന്നെ മക്കളെയാക്കി മാറ്റുകയാണ്. അച്ഛാ, ബാബ നമസ്തേ പറയാണ്. चारों ओर के सर्व सेवा के उमंग उत्साह में रहने वाले, 4 ദിക്കുകളിലുള്ള സർവസേവനത്തിൻ്റെ ഉണർവുത്സാഹത്തിൽ കഴിയുന്നവർക്ക്, സദാ ഏക് ബാബ് കെ സ്നേഹമേ സമായേ ഹുയേ, സദാ ഒരു ബാബയുടെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക്, സദാ ഹർ കർമ്മമേ ശ്രേഷ്ഠ വിധി ദ്വാര, സദാ ഓരോ കർമ്മത്തിലും ശ്രേഷ്ഠ വിധിയിൽ കൂടി സിദ്ധി കോ അനുഭവ കർണേ വാലെ, സിദ്ധിയെ അനുഭവം ചെയ്യുന്നവർക്ക്, സദാ സ്വയം കോ വിശ്വ കെ കല്യാൺകാരി അനുഭവ കർ हर संकल्प से बोल से श्रेष्ठ कल्याण की भावना और श्रेष्ठ कामना से सेवा में बिजी रहने वाले, സദാ സ്വയം വിശ്വമംഗളകാരിയാണെന്ന അനുഭവം ചെയ്തുകൊണ്ട് തൻ്റെ ഓരോ സങ്കല്പത്തിൽ കൂടിയും വാക്കുകളിലൂടെയും ശ്രേഷ്ഠ മംഗളത്തിൻ്റെ ഭാവന വയ്ക്കുകയും ശ്രേഷ്ഠ കാമനയിൽ കൂടിയും സേവയിൽ മുഴുകിയിരിക്കുന്ന കുട്ടികൾക്ക്, ऐसे बाप समान सदा अतक सेवादारी बच्चों को बाप दादा का याद प्यार और नमस्ते. അപ്രകാരത്തിൽ ബാബയുടെ സമാനം സദാ അക്ഷീണരായ സേവാധാരികളായ മക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. ഹം റുഹാനി ബച്ചോं की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. वरदान. सेकेंड में देह रूपी चोले से न्यारा बन कर्म भोग पर विजय प्राप्त करने वाले सर्वशक्ति संपन्न भव. ഒരു സെക്കൻഡിൽ ദേഹമാകുന്ന ഈ ശരീരത്തിൽ നിന്നും അഥവാ വസ്ത്രത്തിൽ നിന്നും വേറിട്ടവരായി
കർമ്മഭോഗത്തിന്മേൽ വിജയം നേടുന്ന സർവശക്തി സമ്പന്നരായി ഭവിക്കൂ. ഒരു സെക്കൻഡിൽ ദേഹമാകുന്ന ഈ വസ്ത്രത്തിൽ നിന്നും വേറിട്ട് കർമ്മഭോഗത്തിന്മേൽ വിജയം നേടുന്ന സർവശക്തി സമ്പന്നരായി ഭവിക്കൂ. വിശദീകരണം. जब कर्म भोग का जोर होता है, कर्मेंद्रिय कर्म भोग के वश अपनी तरफ आकर्षित करती है. എപ്പോഴാണോ കർമ്മഭോഗത്തിൻ്റെ തീവ്രത കൂടുന്നത്, അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മഭോഗത്തിന് വശമായി അതിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെടുന്നു. अर्थात जिस समय बहुत दर्द हो रहा हो, ऐसे समय पर कर्म भोग को कर्म योग में परिवर्तन करने वाले. അതായത് ഏത് സമയത്താണോ വളരെയധികം വേദന അനുഭവപ്പെടുന്നത്, ആ സമയങ്ങളിൽ കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുവാൻ കഴിയണം. साक्षी हो कर्मेंद्रों से भोगने वाले ही സർവശക്തി അഷ്ടരത്ന വിജയ് കെഹലാത്തെ. സാക്ഷിയായിരുന്ന് കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മഭോഗത്തെ അനുഭവിക്കുന്നവർ, അവർ സർവശക്തി സമ്പന്ന അഷ്ടരത്നങ്ങളിൽ വിജയികളായി മാറുന്നു. അവരെയാണ് വിജയികളെന്ന് വിളിക്കുക. इसके लिए बहुत समय का देख रूपी चोले से न्यारा बनने का अभ्यास हो. അപ്പോൾ കർമ്മഭോഗത്തിൽ നിന്നും വേറിട്ട് കർമ്മയോഗിയായി മാറുക, ആ ഒരു അഭ്യാസം ബാബ പറയണ ദീർഘസമയത്തിൻ്റെ ഈ ഒരു അഭ്യാസം നമ്മളിൽ ഉണ്ടാകണം. ദേഹമാകുന്ന വസ്ത്രത്തിൽ നിന്നും വേറിട്ട് നിൽക്കാനുള്ള അഭ്യാസം ചെയ്യണം. ये वस्त्र दुनिया की व माया की आकर्षण में टाइट. ഇപ്പോഴുള്ള ഈ വസ്ത്രം, അതായത് ഈ ശരീരം, ലോകത്തിൻ്റെയും മായയുടെയും ആകർഷണത്താൽ ടൈറ്റ് ആയിരിക്കുകയാണ്, മുറുകിയിരിക്കുകയാണ്. അർത്ഥാത് കിഞ്ച ഹുവാ നാ ഹോ തബ് സഹജ് ഉത്തരേക. യാതൊരു പ്രകാരത്തിലുള്ള ആകർഷണത്താൽ അത് ടൈറ്റ് ആകാതിരിക്കുമ്പോഴാണ് നമുക്ക് എളുപ്പമായി കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുക. ये वस्त्र दुनिया की माया की आकर्षण में टाइट अर्थात खींचा हुआ ना हो तब सहज उतरेगा. ഈ വസ്ത്രം അഥവാ ഈ ശരീരം ലോകത്തിൻ്റെയും മായയുടെയും ആകർഷണത്താൽ ടൈറ്റ് ആവുക, അതോ മുറുകിയിരിക്കുക, അതിൻ്റെ ആകർഷണത്തിൽ പെട്ടുപോകാതിരുന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ അഴിച്ചു മാറ്റാൻ കഴിയും. അതായത് കർമ്മഭോഗത്തിൽ നിന്നും കർമ്മയോഗിയായി മാറാനും കഴിയും, സാക്ഷിയായി കർമ്മഭോഗത്തെ അനുഭവിക്കാൻ സാധിക്കും. ശക്തി സമ്പന്നരായി മാറാനും എളുപ്പം സാധിക്കും. अच्छा स्लोगन. सर्व का मान प्राप्त करने के लिए निर्माण चित्त बनो. നിർമ്മാണത മഹാനത കി നിശാനി ഹെ. സർവരിൽ നിന്നും ആദരവ് നേടണമെങ്കിൽ വിനയചിത്തതയുള്ളവരായിരിക്കണം. വിനയത ഉള്ളത് തന്നെയാണ് മഹാനതയുടെ ലക്ഷണം. വിനയത്വമാണ് മഹാനതയുടെ അടയാളം അഥവാ ലക്ഷണം. അച്ഛ. ഓം ശാന്തി.